ഈ കാണുന്നതാണ് യഥാർത്ഥത്തിലുള്ള തഞ്ചാവൂർ ബൊമ്മ. ഇത് നമ്മൾ ജോഡിയായിട്ടാണ് സാധാരണ വാങ്ങാറ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ ചിരട്ടയിലൊക്കെ നമ്മൾ മണ്ണപ്പുണ്ടായി കളിക്കുന്നില്ലേ, അതുപോലത്തെ ഒരു ഷേപ്പിലാക്കി മാറ്റിയിട്ടുണ്ട്. தலை மட்டும் அது ஆடுறது. அப்புறம் டான்ஸிங் டால் செய்கிறாரு. தஞ்சாவூரில் ரெடி ஆகுறது இது மட்டும். അപ്പോൾ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ബൊമ്മയുടെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അകത്ത് പേപ്പറൊക്കെ വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. இப்படி பேலன்ஸாக தேய்க்கணும், இதில் அப்ளை பண்ணணும், நல்லா ப்ரெஸ் பண்ணணும். இந்த மூக்கு, கண், வாய். അപ്പോൾ ഈ കാണുന്ന മോൾഡ് ഉപയോഗിച്ചിട്ടാണ് ഇതുപോലുള്ള ബൊമ്മകൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. நெக்ஸ்ட் வந்து பிளாசா பெரிஸு ப்ளஸ் பேப்பர் மாவு, அது கூட அது மிக்ஸ் பண்ணால் இது மாதிரி வரும் மண். இது இந்த ஆடுது இல்லையா, அதனால இதுதான் தஞ்சாவூர் தலையாட்டி. தஞ்சாவூர்னா இதுதான் ஃபேமஸ். ഈ കാണുന്നതാണ് യഥാർത്ഥത്തിലുള്ള തഞ്ചാവൂർ ബൊമ്മ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് എങ്ങനെ കിടത്തി വെച്ചാലും അത് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വന്ന് നിൽക്കും. അപ്പോൾ ഈ ബൊമ്മ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് കാണാനായിട്ടാണ് പുന്നേനല്ലൂർ മാരിയമ്മൻ കോവിൽ സ്ട്രീറ്റിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. കുമാരണ്ണനാണ് നമുക്ക് ഈ തഞ്ചാവൂർ ബൊമ്മ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. இது வந்து மண், இது அதோட மோல்டு. இதில் இந்த பவுடர் தட்டிட்டு நம்ம எவ்வளோ வேணுமோ அவ்வளோ இது பண்ணுறது. அது என்ன பவுடர்? இது சாக் பவுடர். சாக் பவுடர் இப்போ பீஸு அது இதில் இதாகாமல் இருக்குது, ஒட்டாமல் இருக்கணும் இல்லையா, அதுக்காக பவுடரை போட்டுட்டு அந்த ஷேப்புக்கு பண்ணிட்டு இது கரெக்டாகிட்டு ஒரு பேலன்ஸாக இருந்தால் தான் இது ஸ்ட்ரைட்டுக்கு வரும். ஓகே, அதனால இதுதான் பேசிக்கு. இது என்ன மண்? இது சும்மா இது களிமண். வயல், இந்த குளம், ஏரி அந்த மாதிரி எடுக்கிற மண். நம்ம இந்த நார்மல் மண் தான், களிமண். எடுத்துட்டா இப்படி வந்துடும். இது ஒரு நாள் வெயிலில் இப்படி வைக்கணும், ഡ്രൈ ആയിടും അത് ഫുൾ. നമ്മളിപ്പോൾ ചിരട്ടയിലൊക്കെ നമ്മൾ മണ്ണപ്പുണ്ടായി കളിക്കുന്നില്ലേ, അതുപോലത്തെ ഒരു ഷേപ്പിലാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒരുപാടെണ്ണം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ദിവസം ഉണങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കളിമണ്ണാണ്. ഇത് ഒന്ന് ഉണക്കം തട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ട് വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകുന്ന സമയത്ത് വെയിറ്റ് ഒക്കെ കുറഞ്ഞു. ഉണങ്ങി വെച്ചതിന് ശേഷമാണ് നമ്മളിതിൻ്റെ മുകളിൽ ഇതുപോലുള്ള ബൊമ്മകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന ബൊമ്മയെല്ലാം നമ്മൾ തലയാട്ടി ബൊമ്മ എന്നാണ് ഇവരെ പറയുന്നത്. ഇതിന്റെ തലയാട്ടി തന്നെ சொல்றது. இது இந்த ஆடுது இல்லையா, அதனால இதுதான் தஞ்சாவூர் தலையாட்டி. தஞ்சாவூர்னா இதுதான் ஃபேமஸ். இதுதான் தஞ்சாவூர் பொம்மை. தஞ்சாவூர் பொம்மை சொல்றது இதுதான். இதுதான். ஓகே, இதெல்லாம் வேற என்ன டைப்? இது வேற இல்லாம தாத்தா பாட்டின்னு ஒன்று வரும். தலை மட்டும் அது ஆடுறது. அந்த கம்பி பேலன்ஸ்ல தலை மட்டும் ஆடாது. அப்புறம் டான்ஸிங் டால் செய்யறாரு. தஞ்சாவூர்ல ரெடி ஆகுறது இது மட்டும். ஓகே, இது வேற எங்கேயும் ரெடி ஆகாது. இது ராணி രാജാവുക്ക് അங்கே ഇருக்கு. ഓക്കെ, രണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഓരോ ക്യാരക്ടറിനനുസരിച്ചിട്ടുള്ള ഓരോ മോൾഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതൊരു റാണിയുടെ മോൾഡാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ്, ഇത് ബാക്ക് സൈഡ് ആണ്. நெக்ஸ்ட் வந்து பிளாசா பெரிஸு ப்ளஸ் பேப்பர் மாவு, அது கூட அது மிக்ஸ் பண்ணால் இது மாதிரி வரும் மண். இது மாவு இப்படி பேலன்ஸாக தேய்க்கணும், இதில் அப்ளை பண்ணணும், நல்லா ப்ரெஸ் பண்ணணும். இந்த மூக்கு, கண், வாய் இதெல்லாம் வர்ற மாதிரி ഫുള്ളാக പ്രസ് പണി എടുക്കണം. ഇത് ആക്ച്വലി പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്, റാണിയുടെ ഫ്രണ്ടാണ്. ഈ ഒരു മോൾഡ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം തഞ്ചാവൂർ ഒരു ടെമ്പിൾ സിറ്റിയാണ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ തഞ്ചാവൂർ ബൊമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തഞ്ചാവൂർ ബൊമ്മയുടെ നിർമ്മാണത്തിൻ്റെ അവസാന സ്റ്റേജിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പശയുണ്ട്. അപ്പോൾ ഈ പശ വെച്ച് നമ്മൾ ആ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നല്ല രീതിയിലൊന്ന് പ്രഷർ ചെയ്യും. പേപ്പർ വയ്ക്കും. പേപ്പർ ഒട്ടിക്കും. സ്ട്രെങ്ത് ഒന്ന് സ്ട്രെങ്ത് ആയിട്ട് നിൽക്കാനായിട്ട് അതിലൊരു പേപ്പർ നമ്മൾ ഒട്ടിക്കും. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ബൊമ്മയുടെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അകത്ത് പേപ്പറൊക്കെ വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്ലാസ്റ്റർ ഓഫ് പാരീസും ആ മണ്ണും ഒക്കെ ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഇതുപോലെ തന്നെ പശയൊക്കെ തേച്ച് അതിൽ നിന്ന് ഒട്ടിച്ചെടുക്കും. ഇത് രാജ. അപ്പോൾ ഇത് രാജാവിൻ്റെ ബൊമ്മയാണ്. അപ്പോൾ ഇതിനകത്ത് പശയൊക്കെ തേച്ച് ഈ മണ്ണും പ്ലാസ്റ്റർ ഓഫ് പാരീസും കൂടെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതിങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ബാലൻസിങ് ആണ്. നമ്മളിത് എങ്ങനെ ചരിച്ചാലും ഇത് വീണ്ടും പൊങ്ങി കറക്റ്റായിട്ട് അതേ ഷേപ്പിൽ തന്നെ വന്ന് നിന്നോളും. അപ്പോൾ ഇതിൻ്റെ സൈഡൊന്നും അത്ര ഫിനിഷിംഗ് ഇല്ല. അത് നമ്മൾ ഒന്നുകൂടെ പ്ലാസ്റ്റർ ഓഫ് പാരീസൊക്കെ തേച്ച് നല്ല ഷേപ്പാക്കി മാറ്റും. അതിനുശേഷം ഇതിൽ പെയിന്റ് അടിക്കും. പെയിന്റ് അടിച്ചതിന് നല്ല இதெல்லாம் நல்லா தேய்ச்சிட்டு எம்ஆர் ஷீட் போட்டு இந்த நல்லா தேய்ச்சிட்டா நைஸ் வரும். ஃபுல்லு நைஸ் பண்ணதுக்கப்புறம் இது പെയിന്റ് അടിക്കും. അപ്പോൾ ഇവിടെ തഞ്ചാവൂർ ബൊമ്മയിൽ ചേട്ടൻ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇവിടെ ഒരുപാട് ബൊമ്മകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും പെയിന്റ് അടിയൊക്കെ കഴിയുമ്പോൾ ഇതുപോലെയുള്ള അടിപൊളി തഞ്ചാവൂർ ബൊമ്മ റെഡിയാവും. വളരെയധികം ഫേമസ് ആയിട്ടുള്ള തഞ്ചാവൂർ ബൊമ്മയുടെ നിർമ്മാണമൊക്കെ നമ്മൾ കണ്ടു. ഇതാണ് യഥാർത്ഥത്തിലുള്ള തഞ്ചാവൂർ ബൊമ്മ. നമുക്ക് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പാഴ്സൽ ചെയ്ത് തരുന്നതാണ് പറയുന്നത്. അപ്പോൾ ചേട്ടൻ്റെ നമ്പർ നമ്മൾ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേണ്ടവർ ചേട്ടനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. நீங்கள் வரதுக்கு முன்னாடி கால் பண்ணால் நான் எவ்வளோ வேணுமோ நம்ம ரேட்டு நம்மள்ட்ட அசல் ரேட் கம்மி தான். நீங்கள் ടെമ്പിളിൽ വാങ്ങിனா கொஞ்சம் എക്സ്ട്രാ പീസാണ്. நம்ம കിട്ടുന്ന കമ്മി റേറ്റ്. ഇതാണ് ഒറിജിനൽ തഞ്ചാവൂർ ബൊമ്മ. ഇത് നമ്മൾ ജോഡിയായിട്ടാണ് സാധാരണ വാങ്ങാറ്. ഇത് രാജാവാണ്, ഇത് രാജ്ഞിയാണ്. അപ്പോൾ ഇതുപോലെ തഞ്ചാവൂർ ബൊമ്മ നിങ്ങൾ ആരെങ്കിലും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴത്തുനിന്ന് കമൻറ്റ് ചെയ്യണേ. മാത്രമല്ല ഒരുപാട് ഡാൻസിങ് ബൊമ്മകളും നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ ഈ വീഡിയോയിലൂടെ കണ്ടു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.